ഇപ്പം ആളെ കാണാൻ വേണ്ടിയാണ് ജസ്റ്റ് പറവൂര് വരെ വന്നത്. അപ്പം ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. കേസ് ഒരു ചേട്ടൻ ഇപ്പം ഒരു ബോട്ട് കൊണ്ട് പോകണ്ടില്ലേ, നമുക്ക് ഈ സമയത്ത് ഇൻട്രോ കൊടുക്കാം. 1 2 3 1 2 3 സ്റ്റാർട്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സിംഗമച്ചൻ്റെ പുത്തൻ മുതൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് താങ്ക് യു ചേട്ടാ, കറക്റ്റ് ടൈമിങ്ങിന് വന്നതിന് ലൈക്ക്. ഗൈസ് ഇപ്പം നമ്മൾ ഒരു സ്ഥലം വരെ, നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഇവിടെ പാത്തുമ്മ നിൽക്കുന്നുണ്ട്. പാത്തുമ്മ കാണിക്കും, പാത്തുമ്മ കാണിക്കുന്നുണ്ട്. സോ എണീച്ച് ബാങ്കിൽ പോയി, പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഗുളിക വാങ്ങിച്ചു, പിന്നെ എല്ലാം കഴിഞ്ഞിപ്പോൾ വന്ന് നിൽക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇറങ്ങുകയാണ്. സോ ഇനിയിപ്പോൾ പറവൂരെത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, നല്ല ഉറപ്പുണ്ട്. ഗൈസ് ഇപ്പം നമ്മൾ പറവൂര് എത്തിയേക്കാണ്. ഇപ്പം ഞാൻ ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഇപ്പം മറ്റേ കടയിലൊരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇവിടം വരെ വന്ന് നിൽക്കുകയാണ്. കാരണം റോഡ് സൈഡിൽ നിന്ന് സംസാരിച്ച് നമ്മുടെ ഒരു മെയ്ക്കില്ല. മെയ്ക്കിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അത് ഐഫോണിൽ മാത്രം മാച്ച് ആവുള്ളൂ എന്നുള്ളത്. ഇതിപ്പോൾ ഏതൊരു വഴിയാണ്, ഏതാണെന്ന് എനിക്ക് പിടുത്തില്ല. ഇവിടെ ആണെങ്കിൽ അങ്ങോട്ടേക്കും കുറേ ആൾക്കാർ പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്കും കുറേ ആൾക്കാർ പോകുന്നുണ്ട്. എവിടെ നിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സംഭവം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. ഇനിയിപ്പോൾ ഞാൻ കാര്യം എന്താണെന്ന് തുറന്നു പറയാം. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് നീങ്ങി വെക്കണം എന്താണെന്ന് വെച്ചാൽ, നല്ല വണ്ടിയുടെ നല്ല ക്രൗഡ് ഉണ്ട്. ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് ഓഫൊക്കെ പറഞ്ഞു, അത് കുഴപ്പമില്ല. അപ്പം വണ്ടിയുടെ നല്ല ക്രൗഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വഴിയുടെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കണം. അപ്പം ഞാൻ സംഭവം പറയാം, എനിക്കൊരു 2 വർഷം അതായത് എൻ്റെ ചാനലിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 4ാമത്തെ വർഷത്തിലേക്ക് കിടക്കാൻ പോണ്, അല്ല 3ാമത്തെ വർഷത്തിലേക്ക് കിടക്കാൻ പോണ്. അതിന് മുമ്പുള്ള 2 വർഷം ഞാൻ യൂട്യൂബിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അത് എനിക്ക് അറിഞ്ഞുകൂടുകൂടെ, ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. അപ്പം ആളെ കാണാൻ വേണ്ടിയാണ് ജസ്റ്റ് പറവൂര് വരെ വന്നത്. അപ്പം ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. അപ്പം ആളെ കാണാൻ വേണ്ടി വന്ന 2 വർഷമായി ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അതാണ് വേറെ ഒന്നാമത്തെ കാര്യം. അപ്പം ഞാൻ പിന്നെ കരുതി എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഒരു വ്ളോഗ് സെറ്റാക്കാതെ പോയാൽ ഒരു മോശമാണെന്നല്ലോ, നിങ്ങളെ കൂടി അവിടെ കാണിച്ചു തരാം. സോ ഇതുവരെയായിട്ടും ഞാൻ അവിടെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആളെ ഏകദേശം മനസ്സിലാകും. ഞാൻ എന്തായാലും വീഡിയോയിൽ ലാസ്റ്റ് പറയാം. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നത് ചുമ്മാ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൊക്കേഷൻ പിടിച്ച് ഇവിടം വരെ എത്തിയത്. റോഡ് സൈഡിൽ നിന്നാണെങ്കിൽ ഭയങ്കര ക്രൗഡ്, വണ്ടി പോണേ. ഇപ്പോൾ തിന്ന ഒരു ഇഡ്ഡലിയും പോട്ടെ, 2 വടയും ഒരു ചായ, ചമ്മന്തി മുക്കി തിന്നപ്പോൾ വയറില്ല. രാവിലെ ഒന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ നമ്മൾ പോണ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പുഴയുടെ സൈഡും പിന്നെ ഒരു അടിപൊളി വൈബുള്ള ഒരു പ്ലേസാണ്. അപ്പം അതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. സോ അത് നടന്നില്ല. അതിന് എന്താണെന്ന് ലാസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാൽ ഭയങ്കര ബോറായിപ്പോവും. കണ്ടാ ഭയങ്കര ക്രൗഡാണ് ഗൈസ്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മളെ ഇപ്പം എന്നെ പിടിച്ച് ആരെങ്കിലും തല്ലിയാൽ തന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ല. കൂട്ടുകാരനാണെങ്കിൽ അവൻ്റെ വഴിക്ക് പഠിക്കാൻ പോയി. ഇനി ഞാൻ ഇവിടെ ഒറ്റക്കാണ്, അതുകൊണ്ട് നടക്കണ കേസല്ല. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ആ ലൊക്കേഷൻ ഇട്ട സ്ഥലത്തേക്ക് പോവാം. എന്നിട്ട് അവിടെ എങ്ങാണ്ട് മുപ്പൂരൊക്കെ കിട്ടും, കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അവിടുത്തെ വൈബ് നമുക്ക് ആസ്വദിക്കാം, സെറ്റാക്കാം. അപ്പം ലെറ്റ്സ് ഗോ. നമ്മൾ ഇവിടെ ഏതോ ഒരു റോട്ടിൽ നിൽക്കുകയാണ്. എവിടെയാണെന്ന് പിടുത്തില്ല, ഏത് പ്ലേസാണ്. പോയി നോക്കാം എവിടെയൊക്കെ. ചേച്ചി കുട്ടിച്ചൂറ ആ സ്ഥലത്ത് അതല്ല, ഈ ഒരു കടയില്ലേ മറ്റേ മൗണ്ട് എന്താണ്ട് മറ്റേ ഈ ഷെയ്ക്ക് കിട്ടണേ, അങ്ങോട്ടേക്കാണോ? ഇങ്ങനെ പോയാല് ഇങ്ങനെ പോയിട്ട് നേരെ ഒരു പാലമുണ്ട്. പാലം പാലം കേറിട്ട് ജസ്റ്റ് അല്ല, ഇപ്പൊ ലൊക്കേഷൻ ഇങ്ങോട്ടാണ് കാണിക്കണേ. ഇങ്ങടെ ഏത് റോഡാ? ഇങ്ങനെ കാണിച്ചാല് പോവാൻ പറ്റില്ല മോന്. ഇങ്ങോട്ട് പോയാ കുറ്റിച്ചിറ പാലത്തിന്റെ അടുത്ത് എല്ലാം പറ്റില്ല. ലൊക്കേഷൻ അങ്ങോട്ടാണ്. അങ്ങോട്ട് എത്ര മീറ്റർ ഉണ്ട്?
കുറച്ചുള്ളൂ. പ്ലാസ്റ്റിക് എടുക്കാൻ പോകുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു. ആണോ? തേക്കോ കുടിക്കുന്ന മറ്റേ പുഴയുടെ സൈഡിൽ നിന്ന് കുടിക്കണം. ആ പുഴയുടെ സൈഡിൽ അവിടെ ഇതൊക്കെ ഉണ്ട്, ഗാർഡനൊക്കെ ഉണ്ട്. ആണല്ലേ? നമ്മുടെ ഇവിടെ ഞാനവിടെ വീഡിയോ എടുക്കാൻ പോകുന്നത് ഇങ്ങനെ, ഞാൻ ഇവിടെ പെരുമാറുന്ന തന്നെയാ. ശരിയെന്നാ. അയ്യോ നമ്മള് അപ്പൊ ഈ ലൊക്കേഷനിൽ ഗൂഗിൾ ചേച്ചി പറയണ ലൊക്കേഷൻ വേറെ ലൊക്കേഷൻ എന്നാലും കൊള്ളാം. നമുക്ക് അവര് പറഞ്ഞ വഴി കൂടി പോയി നോക്കാല്ലേ. കേസ് ആ ചേച്ചിമാര് മറ്റേ ഈ ഹരിതശ്രീ ആ സ്ഥലത്തില്ലേ അതിൽ ഇങ്ങനെ വേസ്റ്റ് മൊട്ട പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി പോകുന്നതാ. അപ്പോൾ അവർക്കറിയാം ഈ വഴിയൊക്കെ, അതുകൊണ്ടാണ് ഞാൻ അവരോട് പോയി ചോദിച്ചത്. പക്ഷെ ഗൂഗിൾ ചേച്ചി കാണിക്കുന്ന ആ വഴിയാണ്, അതാണ് എനിക്കൊരു വിഷയമില്ലാത്ത. പക്ഷേ ഈ വഴിയാണ്, നമുക്ക് ഈ വഴി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അതെ ഞാൻ പറയട്ടെ, നമ്മൾ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ ട്രൈപോഡ് കൊടുത്ത സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ, സാധനം പിടിച്ചിട്ടുണ്ടെങ്കിൽ റോട്ടിൽ കൂടി നടന്നു നോക്കും. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് മോനെ കിടുക്കാച്ച റിയാക്ഷൻ. ഈ ബാക്കിൽ വന്ന ആൾക്കാരും ഫ്രണ്ടിൽ കൂടി പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് അനുഭവിച്ചിറണേ. ഇത് ഗൂഗിൾ ചേച്ചിയാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ 1.5 കിലോമീറ്റർ ഇപ്പോൾ വേറെ സ്ഥലത്തെങ്കിലും ആയിപ്പോയാ. എന്തായാലും കൊള്ള ചേച്ചിമാരോട് ചോദിച്ചത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ അങ്ങോട്ട് പോയനെ. എന്നാലും നേരെ ഒന്ന് പോയോക്കട്ടെ. ഓക്കെ ചേട്ടാ, ഇവിടെ ഈ മറ്റേ പുഴയുടെ സൈഡിൽ നിന്ന് മറ്റേ കഴിക്കുന്ന ഷേക്ക് കുടിക്കുന്ന കടയില്ലേ, ഇതുപോലെ തന്നെ അപ്പുറം ഒരു പാലം ഇനിയും നടക്കാനുണ്ടാ? ഇനി അതിൽ ചെന്നിട്ട് ഇങ്ങനെ പോകണം. 15 മിനിറ്റാ? അത്യാവശ്യം നടക്കാണ്ടല്ലേ? ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്, മറ്റേ യൂട്യൂബിലൊക്കെ വ്ലോഗ് ചെയ്യുന്നതാണോ? ആ, അപ്പം ഈ ഞാൻ എൻ്റെ വീട് പെരുമ്പാറായിട്ട് വരും. എടുത്തായിരുന്നാ? ഞാൻ കുറച്ചുകൂടെ വടക്കൂശുള്ള ഇവിടുന്ന് അങ്ങനെ അതിലേക്ക് ഇറങ്ങണം. അത് ഇത് കഴിഞ്ഞിട്ട് വേറൊരു പാലം കൂടി ഉണ്ടല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഒരു പാലം അപ്പുറമുണ്ട്. നേരെ പോണ്ടേ? നേരെയല്ല, ഇതിലേ ചെന്നിട്ട് ഇങ്ങോട്ട് റോഡുണ്ട്, ഇങ്ങനെ ഇങ്ങോട്ടേക്ക്. അത് ചെന്ന് കയറുന്നത് പാലത്തിന്റെ മുകളിൽ. ഓക്കെ കേട്ടാ, ആരോടും ചോദിക്കണ്ട. ഇതുപോലെ ടാറിങ് റോഡ് ആ ചെന്ന് കയറുന്നത് ഇതുപോലെ തന്നെ പാലത്തിന്റെ മുകളിൽ. ഇത് കൊള്ള. ശരിയെന്നാ. അവിടെ കുറെ ആൾക്കാരൊക്കെ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. കൊള്ള. ഇതേ അവിടെ വല വീശിട്ടുണ്ട്. എന്തായാലും കാണുമ്പോൾ നല്ല രസം. നീന്താൻ അറിയാൻ പാടില്ല, അതിൽ ചാടി നീന്താറ് വേണ്ടോ. ഷെയ്ക്ക് ബാർ, ഷെയ്ക്ക് ജ്യൂസ്, മൊജിറ്റോ, റിവർ സൈഡ് വ്യൂ. ഇതാണ് സ്ഥലം. ഈ സംഭവം ഈ വഴി തന്നെയാണ്. ഈ വഴി കൂടി നടക്കും. നമ്മുടെ സാധനം പൊക്കി പിടിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർ വയ്ക്കാം, ഇതിപ്പോൾ ഏത് പുതിയ മാരണതൊക്കെ കളിക്കണേ. Head west, then turn right onto Thattukadavu, Kottichirappadam Road. വഴി അന്നേരം കറക്റ്റാ.
ഇത്ര നേരം ഈ സാധനത്തിൽ പിടിച്ചുകൊണ്ടാണ് റോട്ടിൽ കൂടി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വന്ന. ഞാൻ എന്നെ തന്നെ പ്രൗഡ് ഓഫ് ചെയ്യണം. ഇവിടുത്തെ ആംബിയൻസ് ഉണ്ടല്ലോ, പക്ക അടിപൊളി. ഇവിടെ ഉച്ചക്ക് വന്നിട്ട് ഷേക്ക് കൂടെ ഓർഡർ ചെയ്ത് ഇപ്പം പോയയുടെ ശരീരത്തിൽ നിന്ന് ഒടിക്കൊണ്ട് തണുത്ത കാറ്റടിക്കും. അടിപൊളി ഉണ്ട്. അവിടെ വേറെ കുറേ ടീംസ്. ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് പോവാം. ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി കുറേ നേരം നടക്കണം. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പോലോ ഭയങ്കര ആംബിയൻസ് കേട്ടോ. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് എന്തെങ്കിലും കാണാതെ പോയാൽ അത് മോശമല്ലേ. നമുക്ക് അടുത്ത പ്രാവശ്യം ചെറായി ബീച്ചൊന്ന് പോവാം. അവിടെ ചെന്നിട്ട് വേറൊരു സംഭവമുണ്ട്, അത് ഞാൻ അവിടെ വെച്ച് പറയാം, അടുത്ത വീഡിയോ പറയാം. ഇത് സ്ഥലം ഞാൻ ലൊക്കേഷന് അടിയിൽ വെച്ചേക്കാം. അതൊക്കെ ഓക്കെ, അടിപൊളിയല്ലേ. ഗ്രാഫിക്സ് പിന്നെ വൈബാണ്. ഇവിടെ നിന്ന് പോകാൻ തന്നുള്ള ഇവിടുത്തെ വൈബ് ഏറ്റവും കൂടുതൽ ഇവിടെ കപ്പിൾസ് വന്നത്. നമുക്കിവിടെ പ്രശ്നമില്ല, അതുകൊണ്ട് നമ്മളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. നല്ല കാറ്റും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നറൂട്ടോയുടെ എപ്പിസോഡ്സ്, അതായത് ഒരു ഇപ്പം 200 ഏകദേശം തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 600 എപ്പിസോഡ്സ് കൂടി തീർക്കാനുണ്ട്. എങ്ങനെ തീർക്കണമെന്ന് പിടുത്തില്ല. ഇപ്പം അത് അനിമീസ് കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിനക്കുള്ള കേസ് ഞാൻ ഇവിടെ വന്നിട്ട് ഇത് പ്രതീക്ഷിച്ചില്ല. ഞാൻ പിന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസ് എടുത്ത് നോക്കി ഇത് ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയാണ്. അപ്പോഴാണ് 4 സ്ഥലം നമ്മൾ കണ്ട്. ഒന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ, പിന്നെ പറഞ്ഞാൽ ബീച്ചിൻ്റെ അവിടെ ആയിട്ട്, അങ്ങനെ കുറേ 4 കണ്ട്. ബാക്കി 2 നമുക്ക് അടുത്ത പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അടുത്ത് ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇത് കണ്ട് എന്താ കുട്ടിപ്പ അങ്ങനത്തെ ഇതൊരു റോഡാണ്. കുഴപ്പമില്ല, നല്ല വൈബുണ്ട് ടേസ്. ഇവിടെ നല്ല ശാന്തമായിട്ട് ഇരിക്കുകയും ചെയ്യുക, ആരുടെ ശല്യമില്ല, ഒറ്റയ്ക്ക് വൈബ് ആസ്വദിക്കുക. നല്ല ഇത് സൈഡിൽ നിന്ന് പോയാൽ കാണാം, ഷെയ്ക്ക് കുടിക്കുക. ഇവിടെ ഷെയ്ക്ക് മാത്രമല്ല പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, ബർഗറും പിന്നെ അങ്ങനത്തെ പിസ അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. സോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓണറൊക്കെ ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വീഡിയോ ഒന്ന് വൈൻഡപ്പ് വെക്കാം. എന്തായാലും ഇനിയിപ്പോൾ നേരെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇതാണ് കടയുടെ ഫ്രണ്ട്. അവിടെ നിന്ന് ആ കടയിൽ നിന്ന് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇവിടെ പോയിട്ട് ഇവിടെ തിന്നണം. അവിടെ തന്നെ കുടിക്കണം. അതാണ് അങ്ങനെയാണ്. നമുക്ക് ആ കടയിൽ ജസ്റ്റ് കയറി കിട്ടാം. ഒരു ബ്ലോഗറാണ്. അപ്പം യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ട് ഞാൻ വന്നതാണ്. അപ്പം ഈ പറവൂര് മറ്റേ കുറേ പ്ലേസ് നോക്കി. അപ്പം അതിൽ ഞാൻ വന്നാൽ സംഭവം കൊള്ളട്ടെ. എൻ്റെ ബ്ലോഗാണ്. ഒരു ആയല്ലേ പേരെന്താ? ഇവിടെ എത്ര ആളെ? കുറേ ആൾക്കാർ വീഡിയോസ് ഒക്കെ എടുക്കും. എല്ലാവരും കറക്റ്റ് ലൊക്കേഷനാണ്. ഓക്കെ ഇത് നമുക്കിനി നേരെ അപ്പുറത്തെ പാലത്തിൻ്റെ അങ്ങോട്ട് പോകാം. അവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കേണ്ട ശേഷം ചൂണ്ട കൊണ്ട് മീൻ പിടിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം എനിക്കിതൊരു പിടിച്ചിട്ടില്ല. ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം വൈബാട്ടോ. അതെ, പുഴയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ വഞ്ചിക്ക് കിട്ടി വെച്ചിട്ടുണ്ട്. അവിടെ കുറേ പേര് ചൂണ്ടിട്ട് പിടിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ആര് വൈബ് കൊള്ള പറവൂരാർക്ക് സല്യൂട്ട്.
ഗീസ് ആ മൂലക്കേക്കൊന്ന് നോക്കി, ഒരു പാമ്പ് കയറി നോക്കി. കണ്ട 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 അത് വെള്ളത്തിൽ നിന്ന് ഓടിപ്പോണു ഗീസ്. അയ്യോ കൊള്ളാം. നോക്കണണ്ടാ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്. ഞാനാ ഇപ്പം കണ്ടവനില്ലേ, അവനെ അവിടെ വെച്ച് നോക്കിയപ്പോൾ അവൻ സൈക്കിൾ ഇതിൽ കൂടി മറ്റേ കൊണ്ടുവന്ന് തോന്നണേ, സ്റ്റെപ്പ് ചാടിച്ച് കൊണ്ടുവന്ന് തോന്നണേ. ബീസ് ഈ കായലിൻ്റെ സൺസെറ്റ് മുകളിൽ സണ്ണ് കണ്ടോ, കായലിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കിക്കിരിക്കണ്ടോ, വൈബ് എന്ന് പറഞ്ഞാൽ ഇജാതി വൈബ്. ഓ അവിടെ കുറേ ചേട്ടന്മാർ മീനിനൊക്കെ പിടിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി ജസ്റ്റ് അവിടെ ഒരു പുള്ളി എന്നെ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പം ചേട്ടാ വല്ലതും കിട്ടിയോ? ഇവിടെ അധികം മീനുണ്ടോ? കരിമീനാ? ഒറ്റക്കൊന്നല്ല ചെറിയ വിഷമമുണ്ട്, എന്നാലും നല്ല വൈബ് ആസ്വദിച്ച് ഉള്ളത്. കൊക്ക് നല്ല രസം. കായലിൻ്റെ അകത്തേക്ക് ഉള്ള എങ്ങാനും ഈ സാധനം ഇളകി ഇരിക്കണം, ഇത് ചുമ്മാ വയ്ക്കണുള്ളൂ. അപ്പോൾ ഫോണിൻ്റെ വെയിറ്റ് ആരോട് ഇങ്ങനെ ഇളകും. അപ്പോൾ കായലിൻ്റെ അടുത്തേക്ക് പോയാൽ ഫോൺ പോയാൽ എൻ്റെ അവസ്ഥ ഭയങ്കര മോശത്തിലായിരുന്നു. പിന്നെ ഭയങ്കര വൈബ് കേസ്. ഇന്നത്തെ ഡേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്തായാലും നമ്മൾ ഈ വെക്കേഷനായിട്ട് ചുമ്മാ വീട്ടിലെടുത്തിട്ടൊരു കാര്യമില്ല. ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറവൂരെത്താം. അവിടെ നിന്ന് ഒരു 50 രൂപയ്ക്ക് ഷേക്ക് കുടിക്കുക, 25 രൂപയ്ക്ക് ഇങ്ങോട്ട് വരാം, 25 രൂപയ്ക്ക് അതുകൂടെ തന്നെ തിരിച്ചു പോവാം. പെർഫെക്റ്റ്. വേറെ ഒന്നും നോക്കല്ലേ, ഒരു 100 രൂപ മാത്രം മതി ഇവിടെ വരെ എത്താൻ. സെറ്റ്. അല്ലെങ്കിൽ നോക്കി ഞാൻ വീട്ടിലിരുന്ന് വെക്കേഷൻ ഇപ്പോൾ 1 മാസം കഴിഞ്ഞ്, വെക്കേഷൻ ഇത്രയും കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ചുമ്മാ വീട്ടിലിരിക്കുകയെന്ന് വെച്ചാൽ എന്ത് ഒരു ഇതല്ലേ, ഭയങ്കര ബോറല്ലേ. വൈബ് ഗീസ്. മനസ്സ് നിറഞ്ഞു, എല്ലാം നിറഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അതിൻ്റെ നാളെ അടുത്ത വീഡിയോ എടുക്കാൻ പോകണം. കൊള്ളാം. ഇപ്പോൾ വീട്ടിൽ നിന്നിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഗീസ് ഇനിയിപ്പോൾ വീഡിയോ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും റീസൺ ഇനി പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ അവളുടെ വീട്ടിൽ നിന്ന് വിടില്ല, അതാണ് ഇഷ്യൂ. 2 ദിവസം മുമ്പ് അവൾ വരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റായി വെച്ചതായിരുന്നു. ബട്ട് വീട്ടിൽ നിന്ന് വിടില്ല ഗേസ്. അവളുടെ ഫാദർ തീർത്തെറിയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞാൻ കുറേ നേരം ഒരു 1.5 മണിക്കൂർ കുത്തിയിരുന്ന് ആലോചിച്ച് സെറ്റാക്കിയതാണ് ഈ ഒരു പ്ലേസ്. ഒരവസ്ഥയായി. എന്തായാലും ഇനിയിപ്പോൾ വീഡിയോ അധികം വലിച്ച് നീട്ടല്ല. എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ബസ് സ്റ്റാൻഡ് ബസ് കയറാം. അത് കഴിഞ്ഞ് നേരെ ആലുവയിൽ പോവാം. ആലുവയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വെള്ളം വാങ്ങിച്ചു പിടിച്ചിട്ട് നേരെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാം. അതാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്ലാനിങ്. വേറെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ചെറായി ബീച്ചിൽ പോകാൻ നിൽക്കുന്നുണ്ട്. ചെറായി ബീച്ചിൽ പോകുന്നതിന് മുമ്പ് വേറൊരു ടെസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഇന്നത്തെ ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. ഒരു കിളവൻ കുറേ നേരെ അതിൻ്റെ മുകളിൽ നിൽക്കണം, പുള്ളിയുടെ മുമ്പിൽ ചെന്ന് ഔട്ടർ കൊടുക്കണം. കാണിച്ചുതരാം കൊള്ളക്കിളവനൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും വീഡിയോ ഇവിടെ ചെൻ്റെ കേട്ടോ. അപ്പോൾ ഇവിടം വരെ എത്തിയിൽ ഭയങ്കര വിഷമം. എന്തായാലും എൻ്റെ ഒരു കഴപ്പ് അതാണ് ഇന്നത്തെ വീഡിയോ മൊത്തം. സോ കുഴപ്പമില്ല, ആ കഴപ്പ് അങ്ങനെ എൻജോയ് ഫുള്ളായി ഇങ്ങനെ മാറ്റി. വെരി ഹാപ്പിനെസ്. ആ മൂലയ്ക്ക് എന്നിട്ടേ ഒരു കിളവൻ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം എന്നെ വാച്ച് ചെയ്യണം. ഞങ്ങൾക്കിവിടെ എന്താ സംഭവം അന്ന് ഞാൻ അതിൻ്റെ മുമ്പ് ഔട്ടർ എടുത്തിട്ട് പോകാമെന്ന് വെച്ചപ്പോൾ കിളവൻ ഇവിടെ നിന്ന് പോയി. എന്നാലും ഇവിടെ നിന്ന് ഔട്ടർ എടുത്ത് വീഡിയോ എൻ്റെയാ. ഗൈസ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ
എൻ്റെ ആക്കണം. അവിടെ വരെ പോയത് കയറുന്നൊന്നല്ല, ഒരു ഔട്ടർ ഒരു ഇൻ്റർനാഷൻ കിട്ടാൻ വേണ്ടിയാണ്. സോ ഇന്നത്തെ ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. ഈ പാലം കാണുമ്പോൾ എനിക്ക് മറ്റേ പ്രേമത്തിലെ പാലത്തിനെ ഓർമ്മ വന്നു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. എക്സ്പ്ലോർ നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് നോക്കണം ഗീസ്. ഞാൻ ലൊക്കേഷൻ എന്തായാലും അടിയിൽ നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് എല്ലാവർക്കും ഇടിച്ചിടിച്ച് പൊട്ടിച്ചു തന്നെ. ഗൈസ് ഓൺലി എൻ്റർടൈൻമെൻറ്റ്. ലെറ്റ്സ് ഗോ ബൈ. ഇനി 1.5 കിലോമീറ്റർ സ്റ്റാൻഡിലേക്ക് നടക്കാറുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെ കൂട്ടി വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇതെടുത്ത് ബാഗിലേക്ക് പാക്ക് ചെയ്യണം. സോ ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ പിടിച്ചാൽ ആൾക്കാരൊക്കെ നോക്കുന്നുള്ള കുഴപ്പമൊന്നുമില്ല. ബൈ 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 ബൈ.